കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്കിൽ അതിഥിയായിട്ടുള്ളത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മീര രാജനാണ്. വെൽക്കം മാം. മാം, സാധാരണ കുട്ടികളിലൊക്കെ കാണുന്ന അഡിനോയിഡ് ഈ രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് മെഡി ട്രാക്കിൽ ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി വാട്ട് ഈസ് അഡിനോയിഡ്? ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ, അതായത് മൂക്കിൻ്റെ പുറകുഭാഗം, നേസോഫാരിക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന ഒരു ലിംഫോ ടിഷ്യൂ ആണ്. സാധാരണ ടോൺസിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, വയറുള്ളിൽ കാണുന്നത്. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഉള്ളിൽ നേസോഫാരിക്സിൽ കാണുന്ന ലിംഫോ ടിഷ്യൂ ആണ് അഡിനോ ടിഷ്യൂ എന്ന് പറയുന്നത്. നോർമലി അഡിനോ ടിഷ്യൂ ഒരു 4 to 5 years വരെയാണ് ഗ്രോ ചെയ്യുന്നത്. അതിനുശേഷം പയ്യെ അത് റിഗ്രസ് ചെയ്ത് വന്ന് ഒരു 10 years ഒക്കെ കഴിയുമ്പോൾ യൂഷ്വലി അത് കംപ്ലീറ്റ്ലി റിഗ്രസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കുട്ടികളിൽ, അതായത് ഈ റിക്കറൻ്റ് ആയിട്ട് ഈ അപ്പർ റെസ്പിറേറ്ററി ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികൾ, ജലദോഷം പോലുള്ള ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുട്ടികൾ, അതുപോലെ ക്രോണിക്കായിട്ട് അലർജിക് ടെൻഡൻസി ഉള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ യൂഷ്വലി റിഗ്രസ് ചെയ്യില്ല. അതായത് സൈസ് നോർമലി നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് കാണുന്നു. അങ്ങനെ കാണപ്പെടുമ്പോഴാണ് ഈ സിംറ്റംസ് യൂഷ്വലി ഡെവലപ്പ് ചെയ്യുന്നത്. അഡിനോയിഡ് ഇപ്പം നമുക്ക് ഏത് രോഗത്തിന് അതിൻ്റെതായ ചില ലക്ഷണങ്ങളുണ്ടാവും. അഡിനോയിഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അഡിനോയിഡ് യൂഷ്വലി നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികളിൽ റിക്കറൻ്റ് ആയിട്ട് എപ്പോഴും നിർത്താതെ ജലദോഷം വന്നുകൊണ്ടിരിക്കുക. പാരൻസ് യൂഷ്വലി വന്ന കംപ്ലയിൻ്റ് ആണ് ജലദോഷം ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല എന്ന്. ഏത് സമയം ജലദോഷം ഉണ്ടാവുക. പിന്നെ നമ്മുടെ മൂക്കിന് പുറത്ത് ഈ ഓപ്പണിംഗ് പോലെ തന്നെ നമുക്കൊരു മൂക്കിൻ്റെ ഉള്ളിലും 2 ഓപ്പണിംഗ് ഉണ്ട്, കൊയാൻ എന്ന് പറയും. ഇപ്പോൾ ഈ അഡിനോയിഡ് വളർന്ന് ഈ കൊയാനെയാണ് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് സ്വാഭാവികമായി ഒരു വാ തുറന്നു വെച്ച് ശ്വാസം എടുക്കാൻ തുടങ്ങും. അതുപോലെ രാത്രി കിടക്കുമ്പോൾ കുട്ടികൾ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങുന്നു. പിന്നെ നമ്മുടെ ചെവിയിൽ നിന്നുള്ള വെന്റിലേഷൻ ട്യൂബ്, യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നേസോഫാരിങ്സിലേക്കാണ് 2 സൈഡിൽ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അഡിനോയിഡിൻ്റെ സൈസ് കൂടുമ്പോൾ ഇത് യൂസ്റ്റേഷൻ ട്യൂബിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് ചെവിയുടെ വെന്റിലേഷൻ മര്യാദയ്ക്ക് നടക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേൾവി കുറയുന്നു വരുന്നു. അപ്പോൾ അത് ട്യൂഷൻ ടീച്ചേഴ്സാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ടീച്ചേഴ്സ് പറയും കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. കേൾവി കുറവ് വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുമ്പം സ്ഥിരമായി വാ തുറന്ന് വെച്ച് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ മുഖത്തെ ഈ മാക്സിലറി ബോൺസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് യൂഷ്വലി ബോൺസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് മര്യാദയ്ക്ക് നടക്കാതെ വരും. അപ്പോൾ നമ്മുടെ ബോൺസ് യൂഷ്വൽ ഫേഷ്യൽ ബോൺസ്, ആ മാക്സിലറി ബോൺസൊക്കെ ഫ്ലാറ്റായി മുഖത്തിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു. പിന്നെ പല്ല് പൊങ്ങി പുറത്തേക്ക് തള്ളി വരുന്നു. ക്രൗഡഡ് ആയിട്ട് മുകളിലെ പല്ലല്ല ക്രമം തെറ്റി വളരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇവർ യൂഷ്വലി ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെയായിരിക്കും ആദ്യമേ പോകുന്നത്. അത് പല്ല് പൊങ്ങി എന്നുള്ളൊരു കംപ്ലയിൻറ്റ് കാരണം. പാരൻസ് കൂടുതൽ അവർ ഈ വാ തുറന്ന് വെച്ച് ഉറങ്ങുന്നത്, കൂർക്കവിലൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ പല്ല് പൊങ്ങി വരുന്ന അവർക്ക് കാണാൻ പറ്റുന്ന അവർ കാണുന്ന അവർ കൂടുതൽ ആദ്യമേ പോയി ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് കൺസൾട്ടേഷൻ വരും. ഇതാണ് പ്രശ്നം, അഡിനോയിഡിൻ്റെ പ്രശ്നമാണ് കാരണം. ഇത് ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൂടുതൽ കാണുന്നത് ആ ഒരു ഏജ് വരെയാണ്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് അത് യൂഷ്വലി എൻ്റെ സൈസ് ഒരു 10 years ഒക്കെ ആകുമ്പോഴേക്കും തന്നെ റിഗ്രസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില കുട്ടികൾ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇത് നമുക്ക് സാധാരണ ഇപ്പം ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്? ഇങ്ങനൊരു കുട്ടി ഇത് വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പം ഒത്തിരി ടെക്നിക്കുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ എൻഡോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയും. നമ്മുടെ മൂക്കിനുള്ളിലൂടെ ഒരു ചെറിയൊരു സ്കോപ്പ് കടത്തി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ അഡിനോയിഡ് എത്രമാത്രം വലുതായിട്ടുണ്ട്, അതുപോലെ എത്രമാത്രം ഒബ്സ്ട്രക്ഷൻസ് അത് ഉണ്ടാക്കുന്നതെന്ന് ഡയറക്റ്റ്ലി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കുട്ടികൾ ഈ ഡയഗ്നോസിസ് എൻഡോസ്കോപ്പിൽ കോപ്പറേറ്റ് ചെയ്യില്ല. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ നമുക്ക് ഈ മൂക്കിലൂടെ ട്യൂബ് കടത്താൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം. പണ്ടൊക്കെ എക്സ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണല്ലോ DNA ഒക്കെ വന്നത്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അഡിനോയിഡ് ടിഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും, കൂടുതലായിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ എൻഡോസ്കോപ്പി വഴി കാണുന്ന പോലെ കറക്റ്റ് അതിൻ്റെ സൈസ് എത്രയുണ്ട്, എത്രമാത്രം ഒബ്സ്ട്രക്ഷൻ അതുമൂലം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ സൈസ് കൂടുതലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിവേദന വരുന്ന കുട്ടികൾ, അതുപോലെ കേൾവിക്കുറവായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കേൾവി പരിശോധിച്ച് നോക്കണം. പിന്നെ ചെവിക്ക് ഉള്ളിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നുകൊണ്ടാണ് ഈ കേൾവി കുറവ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ മര്യാദയ്ക്ക് നടക്കാതെ വരുമ്പോൾ ചെവിക്ക് ഉള്ളിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നാണ് ഈ കേൾവിക്കുറവ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെവിയുടെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടിമ്പാനോമെട്രി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പം അലർജി ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അഡിനോയിഡ് കാരണം. സാധാരണ ഇപ്പം അഡിനോയിഡ് അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? കാരണം ചില കുട്ടികൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുട്ടികൾ വാ തുറന്ന് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ വാ തുറന്ന് വെച്ച് ഉറങ്ങുന്നു, കൂർക്കം വലിക്കുന്നു,
പിന്നെ ചില കുട്ടികളിലൊക്കെ ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒബ്സ്ട്രക്ഷൻ ഉള്ള കുട്ടികളിലൊക്കെ രാത്രിയിൽ അവർക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ അവർ എഴുന്നേറ്റിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ആപ്നിക് എപ്പിസോഡ്സ് ഒക്കെ പറയും. അതൊക്കെ അതിൻ്റെ ഒരു സീരിയസ് ഇഷ്യൂസ് ആണ്. കാരണം ആ സമയത്ത് കുട്ടികളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നത് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ. അപ്പോൾ ബ്രെയിൻ പോലുള്ള വൈറ്റൽ ഓർഗൻസിലേക്കൊക്കെയുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് സാധാരണ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു സിവിയർ പെയിനിലെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഡോക്ടർ ഈ അഡിനോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം വാ തുറന്ന് ശ്വാസം കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഇതിപ്പോൾ ചെവി വേദന ചില സമയം അപൂർവമായിട്ട് വരും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും സാധാരണ ഈ അഡിനോയിഡ് രോഗമുള്ള കുട്ടികളെ ഒരു ഡോക്ടറെ കാണാൻ വരും. അങ്ങനെയില്ല. ചില പാരൻസ് കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന പാരൻസിന് പെട്ടെന്ന് തന്നെ നമ്മൾ ചെറിയൊന്ന് തോന്നുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. പിന്നെ കേൾവിക്കുറവൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും പാരൻസ് കൊണ്ടുവരും. വിളിച്ചിട്ട് മിണ്ടുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്തേക്ക് തന്നെ വരും. പിന്നെ മുഖത്തിൻ്റെ ഷേപ്പ് മാറുമ്പോൾ, പല്ലുന്തി വരുന്നത് കാണുമ്പോൾ ഒക്കെ വരും. അങ്ങനെ ഒരു താമസം ഉണ്ടാവാറില്ല കൊണ്ടുവരാനായിട്ട്. ഓക്കെ. ഡോക്ടർ, നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നതാണെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ അഡിനോയിഡ് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ അഡിനോയിഡിൻ്റെ സൈസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അതിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ടെന്ന്. ഒരു ലെസ് ദാൻ 50% ഒബ്സ്ട്രക്ഷനൊക്കെ ഈ അഡിനോയിഡ് ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആദ്യം ട്രൈ ചെയ്യാം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ആണ് കൊടുക്കുന്നത്. മൂക്കിലൂടെ അടിക്കാൻ പറ്റുന്ന സ്പ്രേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ 2 നേരം അല്ലെങ്കിൽ യൂഷ്വലി 1 നേരം അടിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അതല്ല ഒരു മോർ ദാൻ 75% ഒബ്സ്ട്രക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെറുതെ ട്രൈ നോക്കാൻ ഡയറക്റ്റ്ലി സർജറി ചെയ്യുന്നതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല. കാരണം ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എത്രമാത്രം നമുക്കത് റിഗ്രസ് ചെയ്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനോട് സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല ഒബ്സ്ട്രക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എത്രമാത്രം കുറഞ്ഞു വരുമെന്ന് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കുറഞ്ഞു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സർജറി തന്നെയായിരിക്കും ബെറ്റർ. ഇപ്പോൾ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് കിട്ടുന്ന ഒരു ടെമ്പററി റിലാക്സേഷൻ അല്ലാതെ അതിനൊരു പെർമനന്റ് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമോ? ആ സൈസ് കുറവാണെങ്കിൽ തീർച്ചയായും കിട്ടും. കാരണം യൂഷ്വലി നമ്മളൊരു 5 years കഴിയുമ്പോൾ ഇതിൻ്റെ സൈസ് റിഗ്രസ് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പം നമ്മളൊരു സപ്പോർട്ടോടെ കൊടുക്കുമ്പോൾ യൂഷ്വലി അങ്ങനെ റിഗ്രസ് ചെയ്ത് വരാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കോൾഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പം അഡിനോയിഡ് ചില സമയത്ത് ചില കുട്ടികളിൽ അത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു കോൾഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നത് പോലെ അതേ ഒരു ഫീലിംഗ് ആയിരിക്കും ഒരു അഡിനോയിഡ് വന്നു കഴിഞ്ഞാലും കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. അതിപ്പം ജലദോഷം വന്നാലും എന്ത് വന്നാലും നമുക്ക് മൂക്കിലൂടെ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. ആ ഒരു അതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും അവിടെ അറൈസ് ചെയ്യുന്നത്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ബേസിക് ട്രീറ്റ്മെന്റ് എന്നല്ല നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ സമയം കിട്ടുന്ന ഒരു ടെമ്പററി ആയിട്ട് കിട്ടുന്ന ഒരു റിലാക്സേഷൻ മാത്രമായിരിക്കില്ല. അല്ല, ഈ സ്പ്രേ ചെയ്യുന്നത് അവർ അതിനോട് സൈസിനെ കുറയ്ക്കുക ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുകയാണ് ഈ സ്പ്രേയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സർജറിക്ക് അതിനോട് പൂർണ്ണമായി എടുത്ത് കളയുന്നത് പോലെ തന്നെ ഈ സ്പ്രേ എന്ന് പറയുന്നത് അതിനോടിൻ്റെ സൈസിനെ കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റിലീഫ് കിട്ടുക തന്നെയല്ലേ ചെയ്യാം. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ സർജറി ചെയ്തു സാധാരണഗതിയിൽ നമുക്കറിയാം ഇപ്പം ഇത്തരത്തിലുള്ള അഡിനോയിഡിൻ്റെ സൂചന ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ അത് വീണ്ടും വളരാനല്ലേ വരാനുള്ളൊരു സാധ്യതയുണ്ടോ? വളരെ ചെറിയൊരു സാധ്യത ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ അലർജി എന്ന് പറഞ്ഞൊരു റീസൺ ആണല്ലോ ഈ അഡിനോയിഡ് ഉണ്ടാകുന്നത്. ഈ അലർജി നിലനിൽക്കുന്ന കാലം വളരെ ചെറിയൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി വഴിയൊക്കെയാണ് അഡിനോയിഡിന് സർജറി ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ട് പൂർണ്ണമായി അത് എടുത്ത് കളഞ്ഞെന്ന് ഉറപ്പ് നമുക്ക് വരുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വളരെ ചെറിയ ചാൻസ് മാത്രമേ ഉള്ളൂ അതൊരു രണ്ടാമത് റിക്കറൻസ് വരാനുള്ള ചാൻസ്. ഇവിടെ ഒരു സംശയം എന്ന് പറയുന്നത് ഡോക്ടർ, നമുക്ക് സാധാരണ അഡിനോയിഡ് മൂക്കിനകത്ത് ഈ പറയുന്ന പോലെ ഒരു മാംസം തടിച്ചിട്ട് അതിന്റെ സൈസ് അതാണല്ലോ, അതൊരു 5 years വരെയുള്ള കുട്ടികളിലാണ് സാധാരണ കാണുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, സാധാരണ ഇപ്പം മുതിർന്ന ആളുകളിലും ഇതുപോലുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മൂക്ക് ഇങ്ങനെ തടിച്ച് നിൽക്കുക, അവിടുന്ന് മാംസം പലപ്പോഴും പല സർജറിയിലൂടെ ഒക്കെ അത് റിമൂവ് ചെയ്യുന്ന അത് മൂക്കിന്റെ ഉള്ളിലെ ദശ വളരുന്നു എന്ന് പറയുന്നത് ഇതും തമ്മിൽ ഡിഫറൻസ്. നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കാണുന്ന സമയത്തും അതിന്റെ ചില പ്രൊസീജിയറും ഒക്കെ അത് മൂക്കിന്റെ ഉള്ളില് നമ്മൾ ഇതിന് കോമൺ ആയിട്ട് മൂക്കിന്റെ പുറകിലെ ദശ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും കൊളോക്കിയലായിട്ട് ഒരേപോലെ ഉപയോഗിക്കുന്നതെങ്കിലും രണ്ടും കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കുട്ടികളിൽ വരുന്ന മൂക്കിന്റെ പുറകിൽ വളരുന്ന ദശ, മറ്റൊന്ന് മൂക്കിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. ഡോക്ടർ, ഇപ്പം നമുക്ക് സാധാരണ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സാധാരണ എടുത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചു, മെഡിസിൻ ഉപയോഗിച്ചു, അതിലും കുറവില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയിലേക്ക്. ഇപ്പം നമുക്ക് സർജറി ചെയ്യുന്നില്ല വിചാരിക്കും, എന്താണ് ഫർദർ കോംപ്ലിക്കേഷൻസ് വരുന്നത്? അത് ഈ പാരൻസ് ഉണ്ടല്ലോ, ചില ആൾക്കാർ നമ്മൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ റിഫ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ സ്റ്റിറോയിഡ് സ്പ്രേ എന്നൊക്കെ കേൾക്കുമ്പോൾ യൂഷ്വലി എല്ലാവർക്കും ഈ സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ അവർ
വേണ്ട അസിറോട് വേണ്ടാന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. സർജറി എന്ന് പറയുമ്പോഴും കുഞ്ഞു കുട്ടികളല്ലേ, എങ്ങനെയാണ് നമ്മളൊരു സർജറി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പാരൻസ് ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് അല്ലാത്ത പാരൻസ് നമുക്ക് കാണാം. ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ആദ്യമേ നമുക്ക് അഡിനോയിഡ് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളിത് ചെയ്യാതിരിക്കുമ്പം ഇപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസ്റ്റേഷൻ ട്യൂബിലൊക്കെ ഒബ്സ്ട്രക്ട് ചെയ്ത് ചെവിയുടെ വെന്റിലേഷനൊക്കെ മര്യാദ നടക്കാതെ വരുമ്പോൾ ചെവിയുടെ പാറ കാലക്രമേണ ഉള്ളിലോട്ട് വലിയാനൊരു ടെൻഡൻസി ഉണ്ടായി ചെവിക്ക് ഉള്ളിൽ കോളിസെറ്റോമ എന്നൊക്കെ പറയുന്ന ദശ വളരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചെവിയുടെ എല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അത് പിന്നെ ഈ മൂക്കിൻ്റെ ഇത് പിന്നെ ചെവിയുടെ പ്രശ്നമായി മാറും. ചെവിയുടെ എല്ലിനെ ബാധിച്ച് അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്കൊക്കെ ഇൻഫെക്ഷൻ വന്ന് സീരിയസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഒട്ടും ശ്വാസം കിട്ടാതെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ഒബ്സ്ട്രക്ഷൻ ഉള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ രാത്രിയിൽ കിടക്കുമ്പോൾ ഒട്ടും ശ്വാസം കിട്ടാതെ അവർ എഴുന്നേറ്റ് നിന്ന് ശ്വാസം കിട്ടാതെ ഒരു പ്രശ്നം വരുമ്പോൾ ഓക്സിജൻ സപ്ലൈ കൊണ്ട് ബ്രെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ ഓർഗൻസിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ വന്ന് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ നമ്മളിത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിവിയർ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെയാണ് അത് പോകുന്നത്. ഡോക്ടർ, ഇപ്പം നമുക്ക് ഈ കുട്ടികളിൽ ഇപ്പോൾ അഡിനോയിഡ് കണ്ടെത്തുന്ന കുട്ടികളെ ഒരു കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ അവർക്കത് പിന്നെ ഏത് തരത്തിലുള്ള ഇൻഹറൻ്റ് ആയിട്ടോ ഉണ്ടാകുന്ന ചില ഫാക്ടേഴ്സോ അതല്ല ഉപയോഗിക്കുന്ന ഭക്ഷണം അവരെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് എന്തുകൊണ്ടായിരിക്കും? യൂഷ്വലി ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നതാണ് കാരണം. പിന്നെ അലർജി, ഇത് രണ്ടുമാണ് മെയിനായിട്ടും ഈ അഡിനോയിഡ് ടിഷ്യൂ. നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ് ഈ അഡിനോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത് സൈസ് കൂടുന്നതാണ് ചെയ്യുന്നത്. നോർമലി ഉള്ളതിനൊക്കെ നമുക്ക് കാണുന്നതിനേക്കാളും സൈസ് കൂടും. അത് ഈ വക കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി അതിന് സൈസ് കൂടാനുള്ള കാരണം. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻഹറന്റ് ഫാക്ടേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഹറന്റ് ഫാക്ടേഴ്സ് അലർജി എന്നത് ഇപ്പം പാരന്റ്സിന് അലർജി എന്ത് കാരണങ്ങളും നമുക്ക് ഉണ്ടാവാമല്ലോ. പാരന്റ്സിന്റെ അലർജി നമുക്ക് അതും ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്ന കാര്യമാണല്ലോ. പൊടി അടിക്കുമ്പോൾ അലർജി വരുന്നത് അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതൽ അല്ലെങ്കിൽ കാണാനുള്ള സാധ്യത. ഡോക്ടർ പറഞ്ഞില്ലേ ഇതിന്റെ ഫർദർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെവിയിലേക്ക് വരുന്ന ചില ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ് പിന്നീട് ഫർദർ കോംപ്ലിക്കേഷൻസ് ചെവിക്ക് ഉണ്ടാക്കുന്നത്? ചെവിയിലെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി വേദനയായിട്ട് വരുന്നു, ചെവിയിലേക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നു, കേൾവിക്കുറവ് വരുന്നു. കേൾവിക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കേൾവി ഫ്ലൂയിഡൊക്കെ കെട്ടിക്കിടന്ന് നല്ല രീതിയിലുള്ള കേൾവിക്കുറവ് ഉണ്ടാവും. പിന്നെ ഇത് കോളിസ്റ്റോമിയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ചെവിയുടെ എല്ലിനെ ബാധിക്കുന്ന അസുഖമായിട്ട് മാറിപ്പോകുന്നത്. അതൊക്കെ വരുമ്പോൾ നമുക്കത് വലിയൊരു ഓപ്പറേഷനിലേക്ക് ചെവിയുടെ ആ ഒരു കോളിസ്റ്റോമ ക്ലിയർ ചെയ്യാൻ തന്നെ നമുക്ക് ചെവിക്ക് വലിയൊരു ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. മറ്റേ നമ്മുടെ വായുടെ ഉള്ളിലൂടെ അഡിനോയിഡ് എടുത്തുള്ള ഓപ്പറേഷന് പകരം അതും ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ചെവി ശരിയാക്കാനായിട്ട് ചെവിയുടെ ഒരു വലിയൊരു ഓപ്പറേഷൻ കൂടെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടി വരും. അഡിനോയിഡ് ചെയ്തതിന് ശേഷം ചെവിയുടെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യും. അഡിനോയിഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആഫ്റ്റർ 5 years റെയർ ആയിട്ട് കാണുന്നുണ്ട് പറഞ്ഞു. അവരൊരു പിന്നെ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ ഇവർ അഡിനോയിഡ് പോലുള്ള സമാനമായിട്ടുള്ള മൂക്കിനകത്ത് മറ്റു തരത്തിലുള്ള ഡിസ്കംഫേർട്ട്നെസ് ഒന്നും വരാനുള്ള സാധ്യതകളൊന്നുമില്ല, വിരളമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉണ്ടോ? ഓക്കെ. ഇത് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാനുള്ള ഏതും കുട്ടികൾക്ക് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളെന്താണ്? ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക, ജലദോഷം വരാതെ നോക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതിനൊരു പ്രിവെൻഷൻ എന്ന നിലയിൽ നമുക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പല കുട്ടികൾക്ക് പല കാരണങ്ങളും ജലദോഷം ഉണ്ടാകും. ചില കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കഴിച്ചാൽ മതി അലർജി ഉണ്ടാവാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ പാരൻസിനും അറിയാമല്ലോ കുട്ടികൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ജലദോഷം കൂടുതൽ വരുന്നത്, അലർജി വരുന്നത്. അങ്ങനെയുള്ള ചാൻസുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾക്കിപ്പം കേസ് സ്റ്റഡി നടത്തുകയാണ്. കുട്ടികളിൽ അഡിനോയിഡ് കണ്ടെത്തുന്ന അവരുടെ എണ്ണം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണ്, കൂടുകയാണോ കുറയുകയാണോ? അത് കൂടുതൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത് അതിൻ്റെ പ്രത്യേകിച്ചൊരു കേസ് സ്റ്റഡി നടത്തി എന്തുകൊണ്ട് എന്നതിന് മെഡിക്കൽ അതായത് ആ രീതിയിൽ അത് അസസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റീസൺ എന്തായിരിക്കും ഡോക്ടർ? അലർജി, ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെ കാലാവസ്ഥ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ വരുന്ന കാരണങ്ങളായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് കുട്ടികൾക്കുണ്ടാകുന്ന അലർജി. ഡോക്ടർ ഇപ്പം അതിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന സമയത്ത് അതിൻ്റെ സർജറി ആ പ്രൊസീജിയർ ഉണ്ടോ? അത് ഏത് തരത്തിലാണ് സാധാരണ നമുക്ക് ഈ പറയുന്ന അഡിനോയിഡിൻ്റെ സർജറി ചെയ്യുന്നത്? അഡിനോയിഡിൻ്റെ സർജറി നമ്മൾ കംപ്ലീറ്റ്ലി അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കുട്ടിയെ പൂർണ്ണമായിട്ട് മയക്കിയിട്ടാണ് ചെയ്യുന്നത്. വായുടെ ഉള്ളിലൂടെയാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തുന്നലിടേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് പാട് കാണുന്നൊരു പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. പണ്ടൊക്കെ നമ്മൾ ക്യൂററ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കാണാതെ കൈ കൊണ്ട് ഫീൽ ചെയ്ത് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി ക്യൂററ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് എൻഡോസ്കോപ്പ് വഴി നോക്കി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതെ, ക്യാമറയോട് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കോബ്ലേഷൻ, ഡിബ്രൈഡർ ഉപയോഗിച്ച് ചെയ്യുക, അങ്ങനെ പല ടെക്നിക്കുകളുണ്ട് ഇപ്പോൾ ചെയ്യാനായിട്ട്. വായുടെ ഉള്ളിലൂടെ തന്നെ മൂക്കിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് ചുരണ്ടി എടുക്കുന്ന പറയും, അങ്ങനെ നമ്മൾ എടുക്കും. നമ്മൾ കുട്ടീനെ ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ അഡ്മിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ അഡ്മിറ്റ് ആക്കും.
അനസ്തേഷ്യ ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഈ അനസ്തേഷ്യയുടെ ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള മാത്രമേ നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വിടും. 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ റിവ്യൂ പറയും. റിവ്യൂ പറയുന്നത് നമ്മൾ ആ ഓപ്പറേറ്റ് ചെയ്ത സൈറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ പറയുന്നത്. അതിനുശേഷം പിന്നെ 2-3 വീക്സ് നമുക്ക് നോക്കിയാൽ മതി, ഈ ജലദോഷം പിടിപ്പിക്കാതെ. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് നോർമൽ ലൈഫിലേക്ക് തന്നെ പോകാൻ പറ്റും. ഡോക്ടർ, നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ സർജറി ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സർജറിക്ക് ശേഷം കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്? സർജറി മാത്രമല്ല, മെഡിക്കൽ മാനേജ്മെന്റ് ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് പറയും പാരൻസ്. അതായത് ഇത് ചെവി നമ്മൾ സർജറിയുടെ കൂടെ തന്നെ ഈ അഡിനോയിഡക്ടമി ചെയ്ത കൂടെ തന്നെ ഇപ്പോൾ ചെവിക്ക് കേൾവിക്കുറവുള്ള കുട്ടികളും ഫ്ലൂയിഡ് കളക്ട് ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെവിയുടെ ഉള്ളിലൂടെ തന്നെ നമ്മുടെ ഇയർ ഡ്രം ഉണ്ടല്ലോ, ടിംപാനിക് മെംബ്രെയിൻ, ചെവിയുടെ പാടാന്ന് പറഞ്ഞ അവിടെ ചെറിയൊരു നിക്കിട്ടിട്ട് ചെവിക്ക് ഉള്ളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് നമ്മൾ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്യിക്കും. പിന്നെ അത് അവിടെ കളക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി വേറൊരു വെന്റിലേഷൻ ട്യൂബ്, അതായത് യൂറോമെറ്റ് എന്ന് പറയും, അത് നമ്മൾ ചെവിക്കുള്ളിൽ പാടയ്ക്കുള്ളിൽ പ്ലേസ് ചെയ്ത് വെക്കും. ഒരു 6 months കഴിയുമ്പോഴേക്കും അത് തന്നെ അങ്ങ് പുറത്തേക്ക് വന്നോളും ഈ ഗ്രോമെറ്റ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് കേൾവി കഴിവ് നല്ല ഹിയറിംഗ് ലോസ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വളരെ നന്നായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് നോർമൽ ലെവലിലേക്ക് തന്നെ ഹിയറിംഗ് വരും. അതുപോലെ ഇവർക്ക് ഈ ശ്വാസം മൂക്കിലൂടെ വലിക്കാൻ കിട്ടുമ്പോഴുള്ളൊരു സമാധാനം ഉണ്ടല്ലോ, അതൊക്കെ നല്ല റിലീഫാണ് പാരൻസ് പറയുന്നത്. ശരിക്കും പോസിറ്റീവ് റിവ്യൂ ആണ് ഉണ്ടാകുന്നത്, അവർക്ക് അത് ആ റിലീഫാണ് കിട്ടുന്നത്. പിന്നീട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാഡം, ഇത് പിന്നീടുള്ള ഒരു ഡിസ്കംഫർട്ടിനെസ് സാധ്യത വളരെ കുറവായിരിക്കും ഈ ഒരു പ്രൊസീജിയറിന് ശേഷം. പ്രോബ്ലം വന്നാൽ പോലും ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു കാര്യത്തിൽ 100% റിക്കറൻസ് വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അത് വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ അതിൻ്റെ റിക്കറൻസ് റേറ്റ് എന്ന് പറയുന്നത്. മീഡിയ ട്രാക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മീര രാജന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.